മഹാഭാരതത്തിലെ ഒരു പ്രധാന അധ്യായമാണ് മഹാപ്രസ്ഥാനം. പാണ്ഡവരുടെ അഹിക ജീവിതത്തിന്റെ അവസാനത്തെ അടയാളപ്പെടുത്തുന്ന യാത്രയാണിത്. കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം യുധിഷ്ഠിരൻ ഹസ്തിനപുരിയുടെ ഭരണം ഉപേക്ഷിച്ച് തങ്ങളുടെ കടമകൾ നിറവേറ്റിയെന്നും മോക്ഷത്തിനായി യാത്ര ചെയ്യേണ്ട സമയം അതിക്രമിച്ചുവെന്നും മനസ്സിലാക്കുന്നു. തുടർന്ന് അദ്ദേഹം സഹോദരങ്ങളായ ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, ഭാര്യ ദ്രൗപദി എന്നിവരോടൊപ്പം ഹിമാലയത്തിലൂടെയുള്ള ഒരു മഹായാത്ര ആരംഭിക്കുന്നു. ഈ യാത്രയിൽ ഓരോരുത്തരും വഴിയിൽ മൃത്യുവരിക്കുന്നു. ആദ്യം വീഴുന്നത് ദ്രൗപദിയാണ്. തന്റെ 5 പതിമാരിൽ ധനഞ്ജയനോട് മാത്രം ആത്മാർത്ഥ സ്നേഹമുള്ളതിനാലും പക്ഷഭേദം കാണിച്ചതിനാലുമാണ് സരസ്വതി നദിയുടെ ഗർത്തങ്ങളിലേക്ക് ദ്രൗപദി വീണുപോയത്. വസുധാരയിൽ വെച്ച് സഹദേവനും വീഴുന്നു. തന്റെ ജ്ഞാനത്തിൽ തനിക്ക് തുല്യരായി മറ്റാരുമില്ലെന്ന് അവൻ അഹങ്കരിച്ചിരുന്നു. അതിനാൽ സഹദേവനും വീണു. പിന്നീട് സഹസ്രധാരയിൽ വെച്ച് നകുലനും വീഴുന്നു. തന്റെ സൗന്ദര്യത്തിൽ അമിതമായി അഭിമാനിച്ചതിനാലാണ് നകുലനും വീഴുന്നത്. ഒടുവിൽ ചക്രതീർത്ഥയിൽ വെച്ച് അർജുനനും നിലംപതിച്ചു. തന്റെ യുദ്ധവീര്യത്തിൽ ഒരുപാട് അഹങ്കരിച്ചതുകൊണ്ടും തന്നെക്കാൾ ശ്രേഷ്ഠനായ മറ്റൊരു യോദ്ധാവില്ലെന്ന് ധരിച്ചതിനാലാണ് പാർത്ഥനും വീണത്. ഏറ്റവും ഒടുവിൽ സതോപാന്ത് തടാകത്തിനരികിൽ വൃഗോദരനും വീഴുന്നു. തന്റെ ശക്തിയിൽ അമിതമായി ആശ്രയിച്ചതുകൊണ്ടും ദുര്യോധനനെ കൊന്നപ്പോൾ അഹങ്കരിച്ചതുകൊണ്ടുമായിരുന്നു ഭീമൻ വീണത്. തന്റെ സഹോദരങ്ങളെല്ലാം പോയിട്ടും തന്റെ ഉള്ളിലെ വേദനയെ മുറുക്കെ പിടിച്ച് തിരിഞ്ഞുനോക്കാതെ ധർമ്മം ആത്മാവിൽ സംഭരിച്ചുകൊണ്ട് ആ സ്വർഗാരോഹിണി പർവ്വത ശിഖരങ്ങളിലേക്ക് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ നടന്നു. ആ സ്വർഗാരോഹിണി കൊടുമുടിയിൽ ഇന്ദ്രദേവൻ പ്രത്യക്ഷപ്പെട്ട് കൂടെയുണ്ടായിരുന്ന നായയെ ഉപേക്ഷിച്ച് തനിക്കൊപ്പം സ്വർഗത്തിലേക്ക് വരുവാൻ നിർദ്ദേശിച്ചു. എന്നാൽ ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ പറഞ്ഞു, ഈ യാത്രയിൽ തന്നെ വിശ്വസിച്ച് തനിക്കൊപ്പം വന്ന ഈ ശുനകനെ ഞാൻ ഉപേക്ഷിക്കില്ലെന്നും തനിക്കൊപ്പം ഈ നായും ഉണ്ടെങ്കിൽ ഞാൻ വരാമെന്നും പറഞ്ഞു. സത്യത്തിൽ ആ നായ യമദേവനായിരുന്നു. തന്റെ മകന്റെ ധർമ്മിഷ്ഠതയിൽ അദ്ദേഹം സന്തോഷിക്കുകയും യുധിഷ്ഠിരനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ധർമ്മപുത്രർ ഉടലോടെ സ്വർഗാരോഹണം ചെയ്തു എന്നും മഹാഭാരതം മഹാപ്രസ്ഥാനിക പർവ്വത്തിൽ പറയുന്നു.